ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസി 2026 കീഴിലുള്ള രണ്ടാമത്തെ എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തിരുവനന്തപുരത്ത് നടന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളിക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിന്റെ ഭാഗമായി. 1ാം EWG യോഗത്തിൽ നടന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മുൻഗണനകളെയും നേട്ടങ്ങളെയും കുറിച്ച് അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണ വികസിപ്പിക്കുന്നതിനും 2ാമത്തെ EWG യോഗം സാക്ഷ്യം വഹിച്ചു. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടന്നു. സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തൊഴിൽ വിപണികളുടെ ഔപചാരികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, പരസ്പര പ്രവർത്തനക്ഷമമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ എന്നിവയുടെ പങ്ക് അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്തു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യോഗത്തിലെ മറ്റൊരു അജണ്ട. തൊഴിലവസരക്ഷമത, നൈപുണ്യ വികസനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ചും 2ാം EWG യോഗം ചർച്ച ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ ചടങ്ങിൽ പങ്കെടുത്തു. മദ്രാസ് റെജിമെന്റിന്റെ ആംബിബിഎസ് പ്രകടനത്തിന് കേന്ദ്ര സഹമന്ത്രി സാക്ഷ്യം വഹിച്ചു. സൈനികരുടെ പ്രവർത്തനങ്ങളും കഴിവുകളും സ്റ്റേഷൻ കമാൻഡർ കേന്ദ്ര സഹമന്ത്രിക്ക് വിശദീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണവും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറേറ്റിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. പകർച്ചവ്യാധികളെ തടയുന്നതിന് എല്ലാ മേഖലകളിലും മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നും ഇതിനായി വിവിധ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ADM പറഞ്ഞു. വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഡ്രൈ ഡേ ആചരണവും നേരത്തെ തന്നെ ആരംഭിക്കണമെന്ന DMO അറിയിച്ചു. സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും ഓഫീസുകളിൽ ശനിയാഴ്ചയും വീടുകളിൽ ഞായറാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ ADM നിർമ്മൽ കുമാർജി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം S. നവീൻ കേരള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി PA ബിജു ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ സർക്കാർ സംരക്ഷണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. 10 ദിവസം പ്രായവും 2.64 കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞിന് നൈല എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചതിൽ നൈല പൂർണ്ണ ആരോഗ്യവതിയാണ്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.